യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തണേ മോനെ. നിസ്കാരം നിലനിർത്തുക എന്നാൽ അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. നിസ്കാരം അതാതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം മോനെ. വസ്ബിർ അലാ മാ അസാബക്, നിനക്കെത്തിയ എന്ത് വിഷമങ്ങളുണ്ടോ അതിലൊക്കെ നീ ക്ഷമിക്കണം മോനെ. മകന് കൊടുക്കുന്ന സാരവത്തായ ഉപദേശമാണ്. നിസ്കരിക്കണം, എല്ലാ കാര്യങ്ങളും നോമ്പ് നോക്കണം, സക്കാത്തുകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നീ നിനക്ക് വന്ന എല്ലാ വിഷമങ്ങളിൽ നിന്ന് നീ ക്ഷമ കൈക്കൊള്ളണം. അക്കൂട്ടത്തിൽ പറഞ്ഞു മോനെ, നീ എത്ര നിസ്സാരമായി കാണുന്ന കാര്യങ്ങളുണ്ടോ, എത്ര നിസ്സാരമായി കാണുന്ന തെറ്റുകളുണ്ടോ, ഇതെല്ലാം പടച്ച റബ്ബ് കാണും കേട്ടോ. ഈ ബോധം നിനക്ക് ഉണ്ടാവണമെന്നാണ് തന്റെ മകനോട് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ. നീ ആകാശത്തിലോ ഭൂമിയിലോ, ഭൂമിക്ക് ഉള്ളിലെ ഒരു ഗുഹാന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ടോ, ഏതെങ്കിലും പാറയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടോ, പാറപ്പുറത്ത് വെച്ചുകൊണ്ടോ നീ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, അതെല്ലാം പടച്ച റബ്ബ് കാണുമെന്ന് മഹാനായ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശമാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കണമെങ്കിൽ, സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ 5 കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചതിൽ ഒന്നാമത്തേത് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ഇത്ര നിസ്സാരമായി കാണുന്ന തെറ്റ്, അത് നമ്മൾ തെറ്റ് ചെയ്യുന്ന തെറ്റുകള്, അത് ഒരു പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ പ്രതിഫലം ദുന്യാവ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ കാണും. മഹാന്മാര് പറയാണ്, നാളെ ആഖിറത്തില് പടച്ചവന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ മാത്രമല്ല, പടച്ചവന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ മാത്രമല്ല, അത് വേറെ. എന്നാ ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഉമ്മയെ വെറുപ്പിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടും. ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില സംഗതികളുണ്ട്. അത് ഉമ്മമാരെ വെറുപ്പിച്ചാൽ, മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ദുനിയാവെന്ന് അത് കാണുന്നതാണ്. എത്രയോ അനുഭവങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ ചില തെറ്റുകൾ, ആ തെറ്റുകളുടെ പരിണിത ഫലമുണ്ടല്ലോ, ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കും. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറയും അനുഭവിക്കും. നമ്മളെ മക്കൾ, നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണം മക്കളും അവര് തെറ്റുകാരാവും. ചിലപ്പോൾ നമ്മൾ മോശമാകുമ്പോൾ നമ്മളെ മക്കൾ മോശമാവും. നമ്മളൊരു മോഡൽ പതിപ്പായിരിക്കും നമ്മളെ മക്കള്, നമ്മളെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കും നമ്മളെ മക്കള്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതുപോലെയാ നമ്മളെ മക്കള്. അപ്പൊ നമ്മളെ മക്കൾ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ ഒരു ഫലം ആ മക്കളും അനുഭവിക്കുന്നതാണ്. ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതൻ ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന്റെ പുറമെ അയാൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പണ്ഡിതൻ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ ചരിത്രത്തിലുള്ളതാ. അയാളുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ അത്യാവശ്യം സാമ്പത്തിക നിലവാരത്തിലാണ്. അയാളടുത്ത് വാഹനമുണ്ട്, അയാളടുത്ത് എസ്റ്റേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് സൗകര്യമുണ്ട്, നല്ല മനോഹരമായ വീടുണ്ട്, നല്ല പത്രാസിൽ നടക്കുന്ന ഒരു പണ്ഡിതനാണ്. അയാൾ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ ഒരു സുഹൃത്തായ മനുഷ്യൻ കച്ചവടമൊക്കെ നടത്തി പരാജയപ്പെട്ട് പാപ്പറായി ഇങ്ങനെ നടക്കുകയാണ്. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു പോയി, യാ മുഫ്ലിസോ, മുഫ്ലിസേ, കൈവലഞ്ഞവനെ, പാപ്പറായവനെ എന്ന് വിളിച്ചു. ഒരാള് മറ്റൊരാളെ പാപ്പറായവനെ എന്ന് വിളിച്ചു. നമുക്ക് പോയി നിസ്സാരല്ലേ, എടാ പൊട്ടി പാളീസായവനെ, കച്ചവടം നടത്തി പൊട്ടി പാളീസായവനെ എന്ന് പറഞ്ഞിട്ട് ഒരു അഹങ്കാര, ഒരു പരിഹാസ രൂപത്തില് തന്റെ സഹോദരനെ, തന്റെ കൂട്ടുകാരനെ, തന്റെ നാട്ടുകാരനെ, തന്റെ കുടുംബക്കാരനെ, ആരെയാവട്ടെ, ഓ കൈവലഞ്ഞവനെ എന്ന് അയാൾ വിളിച്ചു പോയി. അങ്ങനെ വിളിച്ചപ്പോ കുറെ കൊല്ലം കഴിഞ്ഞപ്പോ അയാളെ ബിസിനസ് നല്ല ഉഷാറായി നടന്നുകൊടുക്കണേ പെട്ടെന്ന് അയാളെ ബിസിനസ് പൊട്ടി. അയാളെ ബിസിനസ് പൊട്ടിയെന്ന് മാത്രല്ല, പണ്ഡിതന്റെ കച്ചവടം പൊട്ടിയെന്ന് മാത്രല്ല, അയാള് കടക്കാരനായി. പിന്നെ പലരോടും കടം വാങ്ങാൻ തുടങ്ങി. ബാങ്കിൽ നിന്ന് കടം എടുക്കേണ്ടി വന്നു. ബാങ്കർ അന്നത്തെ കാലത്ത് എന്താണ് കടം എടുക്കുമ്പോ ഉണ്ടാവുക, അങ്ങനത്തെ കടമൊക്കെ എടുത്ത് അങ്ങനെ അവസാനം എന്താ ഉണ്ടാവുക, പിന്നെ വീട് ജപ്തിയാകും,
അതിനും പിന്നെ കടം വീട്ടാതെ വരുമ്പോൾ പിന്നെ കേസ് കൊണ്ടാൻ വേണ്ടിയാവും. അങ്ങനെ പിന്നെ കടക്കാരനായി പാപ്പറായി കഴിയുന്ന ആള് ജയിലിൽ കൊണ്ടുപോയിടും. അയാളെ ജയിലിൽ കൊണ്ടുപോയിട്ടു അയാൾ ദുനിയാവിൽ നിന്ന് ഭാവിയിൽ അനുഭവിച്ചൊരു കാര്യമാണ്. അയാൾ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അയാള് നല്ല ഉള്ള സമയത്ത് അഹങ്കരിച്ചൊരു വർത്താനം പറഞ്ഞതാ ഒരാളെ നോക്കിയിട്ട്. സംഭവം നിസ്സാരാണ്. നമ്മളാ പറയുന്ന കാര്യം നമുക്കത് നിസ്സാരമാണ്. പക്ഷേ ദുനിയാവിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗപ്രവേശനത്തിന്റെ 5 കാര്യങ്ങൾ മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ നിന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അതെത്ര ചെറുതാണെങ്കിലും അല്പം കൊണ്ട് അവൻ തൃപ്തിപ്പെടണം. പിന്നെ ദുനിയാവിൽ നിന്ന് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. ദുനിയാവിൽ നിന്ന് അയാൾ അല്പമാണെങ്കിൽ അത് ഇഷ്ടപ്പെടണം. അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അയാൾക്ക് അല്ലാഹു കൊടുത്ത വീട് ചെറുതാണ്, അതിനുള്ള ശേഷി അയാൾക്കുള്ളൂ. അയാൾ ലോൺ എടുക്കുന്നില്ല, മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കാൻ പോയില്ല. അയാൾക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് എങ്ങനെയോ ഒരു വീട് കുത്തിക്കൂട്ടിയ വീട്ടിൽ അയാളും അയാളെ കുടുംബവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നു. അൽഹംദുലില്ലാഹ്. അയാളെ ആളുകൾ കാണുമ്പോൾ ആളുകൾ ചോദിക്കണം, എന്താ എൻ്റെ മാതിരി, എന്താണ് എൻ്റെ മാതിരി എന്ന് ചോദിക്കും. അൽഹംദുലില്ലാഹ്, വളരെ റാഹത്ത്. എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഏറ്റവും വലിയ പ്രോബ്ലം, ഇന്നത്തെ തലമുറയുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ഈ വർത്താനം കുറഞ്ഞു പോയി. അൽഹംദുലില്ലാഹ് എന്നുള്ള വർത്താനം പടച്ചോൻ എന്ന നിഅമത്തുകളും മറന്നുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിയമത്ത് എത്രയാ? അതിന് എണ്ണമുണ്ടോ, കണക്കുണ്ടോ, അതിരുണ്ടോ, വരമ്പുകളുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള അള്ളാഹു ചെയ്തു തന്ന നിയമത്തുകളെ മറന്നിട്ട് ഓന് കിട്ടിയ അത്ര എനിക്ക് കിട്ടിയില്ലല്ലോ, ഓന് വലിയ വീടുണ്ട്, നല്ല എസ്റ്റേറ്റ് ഉണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, നല്ല 1-ാം നമ്പർ വാഹനത്തിലായ ആളെ യാത്ര ചെയ്യുന്നത്, ഓനെ പോലെ എന്നെ പഠിച്ചവനാക്കിയില്ലല്ലോ. അതുകൊണ്ട് പോരായ്മയെ തെടുക്കവും അപലാദികളും വേവലാദികളും പരാതികളും പറഞ്ഞു നടക്കുക അതൊരു നല്ല പണിയല്ല. അത് നല്ല പണിയാണെന്ന് വിചാരിക്കണ്ട. നമുക്ക് പടച്ചോൻ എന്താ തന്നത് അതിന് പൊരുത്തപ്പെടുക. നമുക്ക് നൽകിയ ഭാര്യയിൽ, നമുക്ക് ലഭിച്ച മക്കളിൽ, നമുക്ക് അല്ലാഹു ചെയ്തെന്ന സമ്പത്തിൽ അതിനെ നമ്മൾ പൊരുത്തപ്പെടുക. അതാണ് സ്വർഗപ്രവേശനത്തിന്റെ രണ്ടാമത്തെ ഒരു കാരണം. എത്ര മനുഷ്യന്മാരുണ്ട് അങ്ങനല്ലേ, കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകൾ. ഇന്നത്തെ തലമുറക്ക് അങ്ങനെയല്ല. ഇന്നത്തെ ചില ആളുകളുണ്ട്, അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. പോരായ്മയും വിഷമവും സങ്കടവും മറ്റോരോടും ഇങ്ങനെ പറഞ്ഞു നടക്കുക. അത് നല്ല പണിയല്ല. ഇസ്സത്ത് വേണമെന്ന് പറയില്ല. ഇസ്സത്ത്, നമുക്ക് ഏതൊരു കാര്യത്തിൽ ഇസ്സത്ത് വേണം. ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അങ്ങനത്തെ ആളുകളെ അള്ളാഹു നോക്കും. തഖ്വയുള്ള ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നാണല്ലോ. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു തഖ്വ ചെയ്താൽ അയാൾ ഏത് കൊടുക്കുന്നു രക്ഷപ്പെടും. ഭയഭക്തിയുള്ള ആള്, തഖ്വയുള്ള ആള്, അയാൾ ഏത് കൊടുക്കുന്നു കഴിച്ചിലാവും. അയാളെ പൊര കാണുമ്പോൾ ചെറിയൊരു പൊര, 4-5 പെൺകുട്ടികൾ കെട്ടിക്കാൻ. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. നമ്മളെ ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ കുട്ടികളൊക്കെ അയാൾ കെട്ടിച്ചയക്കണ്. അയാളോട് എന്ത് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് എന്ന് അയാൾ പറയണേ. കല്യാണത്തിന്റെ തലേന്ന് വരെ പഠിച്ചവനെ സ്വർണത്തിന്റെ കാര്യം എന്താണ് അയാൾക്ക് ആലോചനയില്ല. സ്വർണത്തിന് കൊതിച്ചു കയറാണ് വില. പക്ഷേ അയാളെ മകളെ കല്യാണം പറഞ്ഞുറപ്പിച്ചു നല്ലൊരു വരനുമായിട്ട്. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിന് പരിഭവമില്ല, പരാതിയില്ല. ആ മനുഷ്യന് സങ്കടമില്ല. ഇതിനെന്റെ റബ്ബ് ഒരു വഴി കണ്ടെത്തുമെന്ന നിശ്ചയദാർഢ്യമാണ്. അതിന്റെ പേരാണ് മക്കളെ തവക്കുല്. ഈ തവക്കുലാണ് പരിശുദ്ധ ദീന് നമ്മോട് പഠിപ്പിച്ചത്. അതാണ് ആദരമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ആ സമയമാകുമ്പോ ഏതോ ഒരാള് ഒരു 5 പവൻ, വേറൊരാള് 2 പവൻ,
നമ്മൾ അറിയാത്ത ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് അൽഹംദുലില്ലാ തലേന്നും പിറ്റേന്നുമായിട്ട് കാണുകയാണ്. ആ മനുഷ്യന്റെ കാര്യം വളരെ റാഹത്തായി നടക്കുകയാണ്. എന്നാൽ അയാളെ പുച്ഛിച്ചു തള്ളി, അയാളെ അവഗണിച്ച, അയാളൊന്നുമില്ലാത്ത പാപ്പറായ ആളല്ലേ, അയാളെ നിസ്സാരമായി കണ്ടതായ ആളുകൾക്കോ ജീവിതം ദുസ്സഹമാണ്, പ്രയാസമാണ്. എത്ര കിട്ടിയാലും തരൂല. ബറക്കത്ത് വേണം. നമുക്ക് കിട്ടുന്ന നമുക്ക് എല്ലാറ്റിലും ബറക്കത്ത് വേണം. നമ്മുടെ സമ്പത്തില്, നമ്മളെ കൃഷിയില്, നമ്മളെ എല്ലാ കാര്യങ്ങളും ബറക്കത്തുണ്ടോ? പിന്നെ ഒന്നും വേണ്ട, അള്ളാഹു അത് വിജയിപ്പിച്ചു തരും. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അത് വസ്ത്രമായാലും ഭക്ഷണമായാലും നമ്മളെപ്പോഴും മേലോട്ടല്ല ചിന്തിക്കേണ്ടത്, താഴോട്ട് ചിന്തിക്കണം എന്നാണ്. മൂന്നാമത്തെ കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു, യകൂന ഹരീസൻ അല ത്വആത്ത്. ഇബാദത്തുകളിൽ അയാൾക്ക് വല്ലാത്ത താല്പര്യം ഉണ്ടാവണം. സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന വഴികൾ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അയാൾ ഇബാദത്തുകൾക്ക് താല്പര്യമുള്ള ആളാവണം. ആ മഗ്‌രിബ് നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് അതവിടെ അതില്ല. കാരണം തീറ്റയിലും കൊടിയിലും മുഴുകിപ്പോയി. മഗ്‌രിബിന്റെ ശേഷമുള്ള റവാത്തിബ് അവിടെ അത് ചോറ് നല്ല ഉഷാറായിട്ട് അടിക്കണം. പിന്നെ ഇപ്പം ഏത് സുന്നത്ത് നിസ്കാരം അവന്റെ ചിന്ത മുഴുവൻ അങ്ങട്ടാ. ഫർള് നിസ്കരിച്ചായിട്ട് സാട്ടമുട്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പൊ അവിടെ സുന്നത്തുകൾക്ക് വില കൽപ്പിക്കാൻ, ആ സമയത്ത് ക്ഷമിക്കാനുള്ള കഴിവ് വേണം. കാരണം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കുറഞ്ഞ സമയം പോലെ 5 മിനിറ്റ് വേണം, ഒരു 3 മിനിറ്റ് പോരെ. ആ 3 മിനിറ്റ് വരെ ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്ത മനുഷ്യൻ. അയാൾക്ക് അതിനുള്ള ഒരു അലച്ച, ഒരാഗ്രഹം, താല്പര്യം. ഭക്ഷണക്കാട് നിൽക്കട്ടെ, എന്റെ ഈ സുന്നത്ത് നിസ്കരിക്കട്ടെ, എന്നിട്ട് ഭക്ഷണം, അതിന് നമുക്ക് തയ്യാറുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ആ വിഷയത്തിലൊക്കെ വളരെ പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കല്യാണപ്പുരയിലായാലും എവിടെയായാലും ഏത് സ്ഥലത്തായാലും ഭക്ഷണത്തോട് നമുക്ക് അലച്ചയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ ഇബാദത്തിനോട് അലച്ചയില്ല, ആഗ്രഹമില്ല. പലരുടെ നിസ്കാരം തോന്നും മസല്ലിയാണ്. അല്ലെങ്കിൽ ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളിപ്പോ ആ മഗ്‌രിബിന്റെ ജമാഅത്തിന് പള്ളിയിൽ പോയില്ലെങ്കിൽ ഓനത്താ വിചാരിച്ച, എല്ലാരും ഹജ്ജിന് പോയി, ഇനി ഞാൻ ഹജ്ജിന് പോയി, പൈസ ഉണ്ടായിട്ട് ഞാൻ പോയില്ലേ, ഓലെന്താ വിചാരിച്ച. അതിന് വേണ്ടി ഒരു ഹജ്ജ്. എല്ലാരും ഉംറക്ക് പോകുന്നുണ്ട്. ഈ കാലം ഉംറയുടെ പോക്കിന്റെ കാലമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഉംറയും ഹജ്ജും നിൽക്കാൻ പോകുന്നുണ്ട്. അതിന്റെ മുമ്പ് പോകാൻ കഴിയണവരൊക്കെ വേഗം പോയി തീർക്കുക. കാരണം പരിശുദ്ധ കഅബയെ പൊളിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷേ പലരുടെ ഉംറന്റെ പോക്കെന്താ? ഓൻ ഉംറക്ക് പോയില്ലേ, ഓൾ ഉംറക്ക് പോയില്ലേ, തെക്കേല തൊടിയിലെ ആൺകുട്ടി പോയില്ലേ, ഞാൻ പോയില്ലെങ്കിൽ മോശല്ലേ, ഒരു ചേപ്പറത്തനല്ലേ, അതിന്റെ സ്റ്റാറ്റസിന് കുറവല്ലേ. ആ പേരിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ മോനെ, നീ അങ്ങനെ ഒരു ഉംറയാത്ര നടത്തണ്ട. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഇബാദത്തല്ലേ പരിശുദ്ധ ദീനിന്റെ പഞ്ചസ്തംഭങ്ങൾ, അതിപ്രധാനമല്ലേ ഹജ്ജും ഉംറയും. അതിന് നീ അങ്ങനെ ആ കർമ്മം നിർവഹിക്കാൻ പോയിക്കോ, ആ ഇബാദത്ത് നിർവഹിക്കാൻ പോയിക്കോ. അതിന് ഒരു തവണയല്ല, 2ാമത്തെ തവണയും പോയിക്കോ, 3ാമത്തെ തവണയും പോയിക്കോ. ഒരു തവണയാ എനിക്ക് നിർബന്ധമുള്ളൂ. പക്ഷേ പിന്നെയുള്ളതൊക്കെ നിനക്ക് സുന്നത്താണ്. അത് കേവലം ഉംറക്ക് മാത്രമല്ല. പല സഹോദരന്മാരും സഹോദരിമാരും വീണ്ടും വീണ്ടും പോകുമ്പോ പലരും കളിയാക്കാറുണ്ട്, എൻ്റെ ഒരു പോക്ക് ജന്തിനാ നീ പോണ, എനിക്ക് നീ നിർബന്ധമല്ലല്ലോ, ഇനി നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അവര് പോകുന്നത് അവർക്ക് പരിശുദ്ധമായ ഹറം ഹൃദയത്തിൽ സ്വാധീനിച്ചത് കൊണ്ടാണ്. കേവലം ഉംറക്കല്ല.
വീണ്ടും വീണ്ടും ഉംറക്ക് ഒരാൾ പിന്നെ വഴിപ്പെടാനുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സ് തുടിക്കുന്നത്. പരിശുദ്ധ മക്കയിലെത്തിയാൽ കഅബാലയം തവാഫ് ചെയ്യാമല്ലോ. അല്ലാഹു തആല ഒരു ദിവസം 120 റഹ്മത്തുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ അത് 40 റഹ്മത്തും തവാഫ് ചെയ്യുന്നവർക്കാണ്. അതിൽ 40 റഹ്മത്തും തവാഫ് ചെയ്യുന്നവർക്കാണ്. അങ്ങനെയുള്ള തവാഫ് കിട്ടണമെങ്കിൽ അതിന് ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ട് കാര്യമില്ല. അതിന് സൗദി അറേബ്യയിലെ പരിശുദ്ധ മക്കയിലെത്തണം, പരിശുദ്ധ കഅബാലയത്തിന്റെ മുമ്പിലെത്തണം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. അല്ലാഹുവേ, അവിടങ്ങളിലെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തവണ മറാത്ത് പരിശുദ്ധ ഹറമുകളിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടേക്ക് വീണ്ടും വീണ്ടും പോകുന്നവരുടെ ലക്ഷ്യം ത്വാഅത്താണ്, അവിടുത്തെ നിസ്കാരമാണ്. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ ഒരു റക്അത്തിന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം 10,000 കോടിയാണ്. ഒരു റക്അത്തിന്റെ കൂലിയാ മുഅ്മിനെ നമ്മളെ നാട്ടിലെ പള്ളിയിൽ കിട്ടുന്നതെങ്കിൽ പരിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ഹറമാകുന്ന മക്കയിലെ പള്ളിയിൽ കിട്ടുന്നത് 10,000 കോടി പ്രതിഫലമാണ്. ആ പ്രതിഫലം ലഭിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ 1, 2, 3, 4 തവണ ഉംറക്ക് പോകുന്നവരെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല. അല്ലാഹു നമുക്കും ഒരുപാട് തവണ മണ്ണിൽ കാലുകുത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട വഴികളിൽ മൂന്നാമത്തേതാണ് ത്വാഅത്തുകൾ കൂടുതൽ ചെയ്യുക. സക്കാത്ത്, മറ്റുള്ള എന്തെല്ലാം സുന്നത്തായ കർമ്മങ്ങള്, അതിലൊക്കെ ഒരു അലച്ചുണ്ടാവും. നാലാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു, അയ്യുഹിബ്ബസ്വാലിഹീന വാഹിലൽ ഖൈരി വയുഖാലിതഹും വയുജാലിസഹും. സ്വാലിഹീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുക. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് കള്ളുടിയന്മാരല്ല, തോന്നിവാസികളല്ല, സിനിമാ നടന്മാരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അവതാരങ്ങളെയല്ല. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് സ്വാലിഹീങ്ങളായ ആളുകളെയാണ്. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മൗലിയമാരാവണമെന്നില്ല. മൗലിയമാര് നല്ലൊരു ശതമാനം സ്വാലിഹീങ്ങളുണ്ട്, സാധാരണക്കാര് നല്ലൊരു ശതമാനം സ്വാലിഹീങ്ങളുണ്ട്. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, അവരെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുക. വഹലുൽ ഖൈരി, ഖൈറിന്റെ ആളുകളെ ഇഷ്ടപ്പെടുക. വയുഖാലിതഹും, അവരോട് കൂടിക്കലരുക. വയുജാലിസഹും, അവരുടെ കൂടെ ഇരിക്കുക. അപ്പൊ നല്ലോല കൂടെ ഇരിക്കുക, നല്ലോലപ്പരം കൂടിക്കലരുക. ഇതൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ. നല്ലോലപ്പരം കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, ഒരു നല്ലോലപ്പരം കൂടാൻ ഇഷ്ടപ്പെടൂല. ചാരിയാൽ ചാരിയത് മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നമ്മളെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നല്ല സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയാക്കിയാൽ അയച്ചുകൾ നന്നാവും. ഇപ്പൊ നമ്മളെ നാടുകളിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരിക, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തം വിട്ട പോക്കുകയാണ്. അപ്പൊ അവരെ ആ സമയത്ത് ഇടപെട്ട് ചിന്തിച്ച് ആലോചിച്ച് അവരെ ആവശ്യത്തിന് അവർ നല്ല മേഖലയിലേക്ക് പറഞ്ഞേക്കുക. ഇപ്പൊ നമ്മളെ ഷെരീഫ് മക്കളെ ദർസ് പറഞ്ഞയച്ചു. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് സാദിഖൊക്കെ ഉണ്ട്, 2 ആളെ ദർസ് പറഞ്ഞയച്ചു. ആ കുട്ടികൾ ആലിമീങ്ങളായിട്ട് വരും, അല്ലെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളെങ്കിലും ആയിട്ട് മാറി തീരും. അങ്ങനെ നമ്മളെ ഓരോരുത്തർ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ സഹവാസം നന്നാവും, അവരെ കൂട്ടുകെട്ട് നന്നാവും. അതിനെന്താ കാരണം? ആ വാപ്പാരെയും ആലിമീങ്ങളും അഹ്ലിന്റെ ആളുകളുമായിട്ട് സഹവസിക്കുന്നവരാണ്. ഈ പറയുന്ന ആളുകളൊക്കെ അഹ്ലുൽ ഖൈറിന്റെ ആളുകൾ, നാട്ടിലെ നല്ലവരുമായിട്ട് സഹവസിക്കുന്ന ആളുകളാണ്, നാട്ടിലെ ആലിമീങ്ങളുമായിട്ട് സഹവസിക്കുന്നവരാണ്, ആലിമീങ്ങളടുത്ത് പോണവരാണ്, സാദാത്യങ്ങളടുത്ത് പോകുന്നവരാണ്, അവരെ സദസ്സിൽ ഇരിക്കുന്നവരാണ്. അതാ പറഞ്ഞത് അയ്യുഹിബ്ബസ്വാലിഹീന, നല്ലവരെ ഇഷ്ടപ്പെടുക.
വഹലുൽ ഖൈരി, നല്ല അഹ്ലുകാര് അവരിഷ്ടപ്പെടുക, വയുഖാലിത്തഹും അവരെ കൂടെ കൂടിക്കലരുക, വയുജാലിസഹും അവരെ കൂടെ ഇരിക്കുക. ഇതൊക്കെയാണ് സ്വർഗപ്രവേശനത്തിന്റെ നല്ല കാരണങ്ങൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല, അഞ്ചാമത്തെ കാര്യം ഇതുകൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അഞ്ചാമത്തെ കാര്യം ദുആഇനെ വർദ്ധിപ്പിക്കണം. സ്വർഗത്തെ പ്രവേശിക്കണമെങ്കിൽ നമ്മള് ദുആ കുറക്കല്ല വേണ്ടത്, ദുആ വർദ്ധിപ്പിക്കുക. നമുക്ക് സ്വന്തം ദ്വാരക്കുമ്പോൾ നമ്മൾ നന്നായി ഒറ്റക്ക് ഏകനായി ഏകാന്തനായി ദുആ ചെയ്യുക. കണ്ണുനീരൊലിപ്പിച്ച് ഹൃദയം തട്ടി ദ്വാരക്കുക. അങ്ങനെ ആ ദുആഇനെ വർദ്ധിപ്പിക്കുക. വയസ്അലല്ലാഹ തആല യർസുഖഹു, അല്ലാഹു തആലയോട് റിസ്കിനെ ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്മളെ ദുനിയാവിന്റെ കാര്യം അള്ളാഹുവിനോട് ചോദിക്കുക, കൂടുതൽ ആഖിറത്തിന്റെ കാര്യം ചോദിക്കുക. വയഖ്തിമലഹു ബിഖൈർ, അതേപോലെ തന്നെ പിന്നെ നല്ല മരണം, സൂൽ ഖാത്തിമ ഉണ്ടാവാൻ പാടില്ല, ഹുസ്നുൽ ഖാത്തിമ ഉണ്ടാവണം. നല്ല മരണം ലഭിക്കാൻ വേണ്ടി കാരണങ്ങൾ എന്തൊക്കെയാണ്? ദുആഇനെ പെരുപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു മാർഗമാണ് ദുആ വർദ്ധിപ്പിക്കുക. ചില നല്ല മനുഷ്യന്മാരെ കാണും, ഉസ്താദെ ദ്വാരക്കാൻ കേട്ടോ, ദുആ വസിയത്ത് ചെയ്യും. ഇന്നിപ്പോ അതും കുറഞ്ഞു. ഇപ്പൊ ഞാനൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് അവിടെയൊക്കെ ഈ കൊടുവള്ളി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. ചെലവുടി പോയാലും പുറത്തിറങ്ങിയാലും കാണാലൊക്കെ മുലിയാരെ ദ്വാരക്കാൻ. ആ ദുആ വസിയത്ത് ഒരു വലിയ നല്ലൊരു ലക്ഷണമാണ്. എന്നാൽ ഇന്ന് നമ്മളെ ഇടയിലൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു. ദ്വാരക്കണം എന്ന് പറയാന്നുള്ളത് ഒരു കുറവായിട്ട് മാറുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് തീരെയല്ല. പരസ്പരം അങ്ങോട്ടും കാണുമ്പോൾ ഒരു സലാം പറയുന്ന പരിപാടിയില്ല, ദുആ വസിയത്ത് ചെയ്യുന്ന പരിപാടിയില്ല. ഈ നല്ല ശീലങ്ങൾ നമ്മളെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ഭാവി വല്ലാത്ത അപകടമാണ്. വരുന്ന ഭാവി എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വെസ്റ്റ് കൊടിയത്തൂരിൽ ഇന്നിപ്പോ ഈ സെക്കൻഡിൽ ഒരു 8-10 പെണ്ണുങ്ങള് നമ്മളെ ഉമ്മമാര് താഴത്ത് ക്ലാസ് കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. എത്ര യുവതികൾ ഇവിടെയുണ്ട്, എത്ര യുവാക്കളുണ്ട്. അവരൊന്നും എന്തുകൊണ്ട് ഈ രംഗത്ത് കിട്ടണില്ല? ഇനി വേണ്ട, ഞാനല്ല, ഒരു വലിയ ഒരു പ്രവാചകൻ വരുന്നുണ്ട് പറഞ്ഞാൽ യുവാക്കൾ എത്രയുണ്ട്, യുവതികൾ എത്രയുണ്ട്. പരിസരത്തുള്ള പ്രായമുള്ള ഉമ്മമാര് വരും, ഉപ്പമാര് വരും. പണ്ട് മുതലേ വാല് കേട്ട് പരിചയമുള്ള ഒരു തലമുറ അവര് വരും. പുതിയ തലമുറ ഇതൊന്നും ശീലിക്കണില്ല. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. ഔട്ട് ഓഫ് ഫാഷൻ. ഒരു വാല്, എന്ത് വാല്? ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പം മുതലേ വാല് എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് മുതലേ അതിനോടുള്ളൊരു മഹബത്ത് വെച്ച് അവിടെ പോയി ഇരുന്ന് വാലൊക്കെ കഴിഞ്ഞ് ആ ദുആയിലൊക്കെ പങ്കെടുത്ത് പോരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ. ഇന്ന് നമ്മളെ കുട്ടികളാണെങ്കിൽ വാലുണ്ട് പറഞ്ഞാൽ കേട്ട് പോകുന്നുണ്ടോ? ഇനി പോയാൽ തന്നെ ഒരു 5 മിനിറ്റ് നേരെ ഇരുന്നിട്ട് ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്കും തിരിച്ചു പോയില്ലേ? അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കടലക്കുറിച്ച് അടങ്ങാൻ നടക്കാന്നല്ലാതെ ആ വയത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് അത് ലയിക്കുന്നുണ്ടോ? വേണ്ട. നിങ്ങൾ വീട്ടിൽ നമ്മളെ കുട്ടികൾ ഇഷ്ടം പോലെ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ടല്ലോ. നമ്മളെ പോലെയല്ല കുട്ടികളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? അവർക്ക് അട്രാക്ഷനുള്ള എത്ര വയലുണ്ട്. പുതിയ ശൈലിയിലുള്ള വയത്, പയതൊക്കെ പോട്ടെ. ഖുർആൻ ഖിറാഅത്തില്ലേ, അത് കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ല നല്ല മദ്ഹ് ഗാനങ്ങളില്ലേ, അത് കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ല നല്ല പ്രഭാഷണ മോട്ടിവേഷൻ ക്ലാസ്സുകളില്ലേ, വയലൊക്കെ പോട്ടെ. നല്ല ഇസ്ലാമികമായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളില്ലേ. നമ്മളെ ഉമ്മമാരിത് ഇങ്ങനെ തുറന്നു നോക്കും, മജ്‌ലിസും വയലും ഒക്കെ. അല്ലാതെ ഈ കുട്ടികളോട് ചോദിച്ചു നോക്കി. ഒരു കുട്ടി പറഞ്ഞത് വലുതായിട്ടല്ല ഇതൊക്കെ കണ്ടത്. ഇത് 10-15 വയസ്സായ കുട്ടീനോട് എന്താ ഇങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുറച്ചു നേരമൊക്കെ ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുകൊണ്ട് നിന്നൂടെ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ എന്താണ്, അതൊക്കെ വലിയ ആയിട്ടല്ലേ കാണ്ടി കേൾക്കേണ്ടതും. ആ ഒരു അവസ്ഥയിലേക്കാണ് ന്യൂ ജനറേഷൻ പോകുന്നത്. അപ്പൊ ഇനി നിങ്ങൾ നോക്കി, ഇപ്പൊ സംഘടിപ്പിച്ച വയലിന് ഇപ്പൊ കത്തുട്ടി പറയില്ല, പണ്ട് ഇങ്ങനെ തുടങ്ങി വെച്ച പവൺ ഇങ്ങനെ ഈ വയലും ക്ലാസ്സും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മദ്രസ, പണ്ട് മദ്രസ അല്ലേ, ഇനിയിപ്പോ അൽഹംദുലില്ലാഹ് മദ്രസയായി, നല്ലൊരു കമ്മിറ്റിയും കാര്യമൊക്കെ ആയതുകൊണ്ട് ചടുലമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ മജ്‌ലിസ് നൂർ തുടങ്ങി വെച്ച് അത് മുടങ്ങാതെ അതങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതൊക്കെ പഠിച്ചവൻ ആ മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ ബർക്കത്തുകൊണ്ട് നടന്നു പോവുകയാണ്. എന്നാൽ പുതിയ തലമുറക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാൻ. അതുകൊണ്ട്